തിരുവനന്തപുരത്തും സ്കൂട്ടർ ഫണ്ട് തട്ടിപ്പുണ്ട്. ചാരിറ്റബിൾ സൊസൈറ്റി തട്ടിപ്പിൽ തിരുവനന്തപുരത്ത് ഇരകൾ പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് കാണിച്ചാണ് പറ്റിച്ചത്. തിരുവനന്തപുരത്ത് CSR തട്ടിപ്പ് നടത്തിയ ദീപ്തി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തത് മുൻ കേന്ദ്ര സഹമന്ത്രിയും BJP നേതാവുമായ V മുരളീധരനാണ്. ഈ 62 രൂപ ഞങ്ങളുടെ നിന്ന് വാങ്ങുകയും 56 രൂപ രസീത് തരികയും ചെയ്തു. അത് വനിതകൾക്കാണെന്ന് പറഞ്ഞാണ് എൻ്റെ മകളുടെ പേരിലും എൻ്റെ മരുമകളുടെ പേരിലും ഞങ്ങൾ 2 വണ്ടി ബുക്ക് ചെയ്തിരുന്നു. ബുക്ക് ചെയ്ത് 56 രൂപ രസീത് ഇപ്പോഴും ഞങ്ങളിലുണ്ട്. അങ്ങനെ അത് 1 മാസം എന്നാണ് അന്ന് പറഞ്ഞ്. പിന്നെ ഓരോ മാസം കഴിയുന്നവരും വിളിക്കുമ്പോഴെല്ലാം അടുത്ത മാസം, അടുത്ത ആഴ്ച, 10 ദിവസം, 15 ദിവസം എന്ന് പറഞ്ഞ് ഞങ്ങളെ പല തവണയും അവർ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കബളിപ്പിക്കണം എന്നുള്ള വിവരം നമുക്കറിയില്ലായിരുന്നു. നമ്മൾ ഈ പറയുന്നതെല്ലാം സത്യമാണെന്ന് വിചാരിച്ച് ഇത് ഞങ്ങളിൽ നിന്ന് ഇവർ ഈ തുക ഈടാക്കുകയും ഇപ്പോൾ യഥാർത്ഥത്തിൽ 56 രൂപ രസീത് ഞങ്ങൾക്കുള്ളിൽ ഞങ്ങളിൽ നിന്ന് 62 രൂപ അവർ ഈടാക്കി. പോത്തങ്കോട് പഞ്ചായത്തിൽ ദീപ്തി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഒരു സ്ഥാപനം നടത്തുന്ന ഒരാൾ വന്ന് കരമന ആസ്ഥാനമാക്കിയാണ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കൊരു ട്രസ്റ്റിൻ്റെ കീഴിൽ CSR ഫണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ്, കോഴിക്കോട് ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ, ഈ 3 സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പകുതി പൈസ നമ്മൾ 10,000 രൂപയുടെ മെഷീൻ ആണെങ്കിൽ 5,000 രൂപ അടച്ചാൽ മതി. 25-നാണെങ്കിൽ 12,500. അങ്ങനെ ഏത് സാധനം എടുത്താലും പകുതി പൈസ അടച്ചുകൊണ്ടുള്ള ഒരു സ്കീമാണെന്ന് പറഞ്ഞു. വനിതകളെ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഈ കുറച്ച് തയ്യൽ മെഷീന്, ലാപ്ടോപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സ്കൂട്ടർ, ലേഡീസിനുള്ള സ്കൂട്ടർ ഇതേപോലെ പകുതി വിലയ്ക്ക് കൊടുക്കുന്നു പറഞ്ഞ് അതിനും കുറേ പേര് പൈസ അടച്ചിട്ടുണ്ട്. അതിൽ ഒരു കുറച്ച് പേർക്കൊക്കെ വണ്ടി അവിടെ ഇവിടെയായിട്ടൊക്കെ 1-2 വണ്ടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതനുസരിച്ച് ബാക്കി ഒരുപാട് പേര് നമ്മൾ അവർ പകുതി വിലയ്ക്ക് കൊടുക്കുന്ന ആ സ്കീമിൽ ചേർന്നിട്ടുണ്ട്. പക്ഷേ ഈ ചേർന്നെങ്കിലും നമ്മളെ നിന്ന് 56,000 രൂപയുടെ ബില്ലാണ് തന്നിട്ടുള്ളത്. 62,000 രൂപ കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നു. 66,000 രൂപ കൈപ്പറ്റിയിട്ടുള്ളവർക്ക് 60,000 രൂപയുടെ ബില്ലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് 1 വർഷത്തോളമായി ഈ ക്യാഷ് നമ്മൾ അടച്ചിട്ട് നമുക്ക് അവരൊരു റെസിപ്റ്റ് മാത്രമാണ് തന്നിട്ടുള്ളത്. നമ്മൾ ഓരോ തവണയും നിരവധി പ്രാവശ്യം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ഒഴിവുകൾ പറയും, അടുത്ത മാസം എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഈ മൂവാറ്റുപുഴയിലെ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിയാനിടുകയും പോത്തങ്കോട് സ്റ്റേഷനിൽ ഒരു 10 പേര്, ഞാനടക്കം 10 പേര് CIക്ക് ഒരു കേസ് കൊടുത്തു. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി നിർപ്പൻ ചക്രവർത്തി കൂടി ചേരുകയാണ്. നിർപ്പൻ, വ്യാപകമായ തട്ടിപ്പ് 3000-ഓളം കേസുകൾ ഇതാ തിരുവനന്തപുരത്തും. ഇവിടെ നേരത്തെ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെൻ്റ് അടക്കം BJP നേതാക്കളുടെ ഒക്കെ പേരുകൾ വരുന്നു. ഇവിടെ BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ V മുരളീധരനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്, അല്ലേ? എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ? അജിംഷാദ്, തട്ടിപ്പിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പറഞ്ഞ പോത്തങ്കോട് പഞ്ചായത്തിൽ നിലവിൽ 10 പേരാണ് പോത്തങ്കോട് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുള്ളത്. അതിൽ 2 പേരുടെ പ്രതികരണമാണ് ഈ നിമിഷം കൈരളി ന്യൂസ് പങ്കുവച്ചത്. നിലവിൽ നമുക്കറിയാൻ കഴിഞ്ഞത് 100-ലധികം പേർ പോത്തങ്കോട് പഞ്ചായത്തിൽ മാത്രം സമാനമായ തട്ടിപ്പിനിരയായിട്ടുണ്ട്. സമീപ പ്രദേശത്തെ അണ്ടൂർക്കോണവും മംഗലപുരത്തും സമാനമായ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, CSR ഫണ്ട് കേന്ദ്രീകരിച്ചുള്ള അതിൻ്റെ പേരിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നതോടുകൂടി കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുമെന്നാണ്. വിജയദാസ്, ഗിരിജ എന്നിവർ ചേർന്നിട്ടുള്ള ദീപ്തി ചാരിറ്റബിൾ സൊസൈറ്റി എന്ന സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അവർ പോത്തങ്കോട് ഒരു ഓഫീസ് തുടങ്ങുന്നു. ഒപ്പം തന്നെ അവരുടെ മെയിൻ ഓഫീസ്, ഹെഡ് ഓഫീസ് കരമനയിലാണ് എന്ന് പറയുന്നു. ഈ പോത്തങ്കോടിലുള്ള ഓഫീസ് ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നില്ല. പഞ്ചായത്തിൻ്റെ അധികൃതരൊക്കെ ബന്ധപ്പെട്ട്, പഞ്ചായത്ത് മെമ്പർമാരെയൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെ പകുതി വിലയ്ക്ക് സ്കൂട്ടർ കൊടുക്കുന്നു, ഒപ്പം തന്നെ തയ്യൽ മെഷീൻ കൊടുക്കുന്നു, ലാപ്ടോപ്പ് കൊടുക്കുന്നു, കോഴിക്കോട് കൊടുക്കുന്നു എന്ന അടിസ്ഥാനത്തിലാണ് ബന്ധപ്പെടുന്നത്. ചിലർക്ക് തയ്യൽ മെഷീനൊക്കെ കൊടുത്തിട്ടുമുണ്ട്. അതിനുശേഷം വിശ്വാസത്തെ പിടിച്ചു പറ്റിയ ശേഷമാണ് ഒരു കുടുംബത്തിൽ തന്നെ പലരും പല തവണയായി പലർക്കും വേണ്ടി ഈ സ്കൂട്ടറിന് വേണ്ടി പൈസ അടച്ചു. അത് 62,000 രൂപയും 65,000 രൂപ അടച്ചവർക്ക് 52,000 രൂപ റെസീറ്റും കൊടുത്തു. പക്ഷേ 1.5 വർഷത്തെ, 1 വർഷവും 1.5 വർഷത്തോളം ആകുന്നു. പലതവണ അവസാനം ഇവരൊരു ഈ 2 വീലർ ഷോപ്പുമായിട്ടുള്ള ഡീലർഷിപ്പാണ്, അവരുടെ നമ്പർ കൊടുക്കുന്നു, പലരും ബന്ധപ്പെടുന്നു. അവസാനം ഓഫീസിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്നു. അതിനുശേഷം ഈ ഗിരിജയും ഈ വിജയദാസും ഫോൺ എടുക്കുന്നില്ല. അതോടുകൂടിയാണ് ഇവർക്ക് ഈ തട്ടിപ്പിന് ഇരയായതെന്ന് മനസ്സിലാവുന്നത്. ഈ തട്ടിപ്പ് ആയി ബന്ധപ്പെട്ട് BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയാണ് ഇവരുടെ ഈ സംരംഭക സെമിനാറിലൊക്കെ പങ്കെടുത്തത്. അതിങ്ങനെ 2023 ഒരു സംരംഭക സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് അന്നത്തെ കേന്ദ്രമന്ത്രിയും BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും മുതിർന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ BJP നേതാവായിട്ടുള്ള V മുരളീധരനാണ്. ഒപ്പം ഈ ഫോട്ടോയിൽ കാണുന്നവരൊക്കെ തന്നെ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളടക്കമുണ്ട്. ഈ സമാനമായ
പ്രധാനമായിട്ടുള്ള അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട തട്ടിപ്പ്, CSR ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഗ്യാങ് ആണോ ഇതിലും പ്രവർത്തിക്കുന്നത് എന്നതാണ് ഈ ഘട്ടത്തിൽ പോലീസിന് സംശയമുള്ളത്. പോത്തങ്കോട് പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ കേസിൻ്റെ വ്യാപ്തി സംബന്ധിച്ച് നിലവിൽ അത് പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ പരാതി നൽകിയിട്ടുള്ള 10 പേരാണ്. അനിതകുമാരി, ഹേമ ആർ ചന്ദ്രൻ, ഒപ്പം തന്നെ നിരവധി പേർ പരാതി നൽകിയിട്ടുണ്ട്. പരാതി നീതു, ദേവിക BR, ഗായത്രി, ബീനകുമാരി, അഞ്ജു വി നാഥ്, അനഘ, സിന്ധു, അഖില എൽ എന്നിവരാണ് ഇപ്പോൾ നിലവിൽ പോത്തങ്കോട് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമാനമായി നിരവധിയുടെ പരാതി ഇനിയും വരാനുണ്ട് എന്ന് വിവിധ സ്ഥലങ്ങളിൽ പഞ്ചായത്തുകളിൽ നിന്ന് വരുന്നുണ്ട്. പഞ്ചായത്ത് മെമ്പർ അടക്കം ഇപ്പോൾ നിലവിൽ പോത്തങ്കോട് സ്റ്റേഷനിൽ സമീപിച്ചിട്ടുണ്ട്. കാരണം അവരെ ഈ സംഘം സമീപിച്ചിട്ടുണ്ട്, അവരെ ബോധപൂർവ്വം കബളിപ്പിച്ചിട്ടുണ്ട്. സാധാരണ പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ട കുടുംബശ്രീയുടെയും പഞ്ചായത്തിൻ്റെ ചുമതലയുള്ള പഞ്ചായത്ത് മെമ്പർമാരെ സമീപിച്ച ശേഷം ഇങ്ങനെ CSR ഫണ്ടുണ്ട്, അതുകൊണ്ട് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് സ്കൂട്ടർ കിട്ടും, ലാപ്ടോപ്പ് കിട്ടും, ഒപ്പം തന്നെ തയ്യൽ മെഷീൻ കിട്ടും എന്ന് ബോധ്യപ്പെടുത്തുക. കുറച്ച് പേർക്ക് തയ്യൽ മെഷീൻ ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്തു. അതിനുശേഷം അവിടെ തന്നെ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ 1-2 പേർക്ക് തയ്യൽ മെഷീൻ കൊടുത്തു. അപ്പോൾ അവർക്ക് ഈ പൈസ അടച്ചോടം തന്നെ ഇത് കിട്ടി, സാധനം കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ കൂടുതൽ പേർ ഒന്നിച്ച് 100-ലധികം പേർ കൊടുത്തു എന്നതാണ്. BJPയിലെ പ്രധാന നേതാക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഈ ഉദ്ഘാടന ചടങ്ങിലൊക്കെ ഉണ്ട്. മുരളീധരനാണ് നേരിട്ട് പങ്കെടുത്തിട്ടുള്ളത്. ഈ പറഞ്ഞ തട്ടിപ്പിന്റെ വലിയ സംഘവുമായി ഇവർക്ക് ബന്ധമുണ്ടോ, ഈ വിജയദാസിനും ഗിരിജയ്ക്ക് ബന്ധമുണ്ടോ എന്നതാണ് ഇനി പരിശോധിക്കേണ്ടത്. സമഗ്ര വിവരങ്ങളാണ് നിർഭൻ ചക്രവർത്തി നൽകിയത്. കൈരളി ന്യൂസ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി ആദ്യം കൊച്ചിയിലും പിന്നീട് ഇടുക്കിയിലും പിന്നീട് ഇപ്പോഴിതാ തിരുവനന്തപുരത്തും അടക്കം കേരളത്തിൽ വ്യാപകമായി തട്ടിപ്പ് നടന്നു എന്ന അനുനിമിഷ വിവരങ്ങളാണ് പുറത്തെത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തിരുവനന്തപുരത്തെ വിവരങ്ങളാണ് ഇപ്പോൾ നിർഭൻ ചക്രവർത്തി നൽകിയത്.